കാലുമാറ്റം ഭയന്ന് MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റി. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വരെ രാജിവെച്ച് മറുകണ്ഠം ചാടി MLA-മാരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കൊണ്ടുപോയി അവിടുന്ന്. ഓ, ഇതാ പഹയന്മാരാണല്ലോ. ഓനിപ്പോ ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. ആ, അങ്ങോട്ട് തന്നെ. ഈ പൗരത്വ വിഷയമൊക്കെ ഭയങ്കര ചർച്ചയാണ് കേട്ടോ. അതെ അതെ അതെ. ഇല്ലേ, ഒട്ടും നേരില്ല. ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീരില്ലേ ചേച്ചിയെ? പൈസ തികയൂല അല്ലേ? പണ്ടേ 300 റുപ്യ കിട്ടിയ സാധനയെന്നു. സബ്സിഡി ഇല്ല, സഹായില്ല, ഒരു കുന്തുമില്ല. ഇങ്ങനെ പോയാ പാവങ്ങൾ എങ്ങനെ ജീവിക്കല്ലേ? നമ്മളെ സ്ഥാനാർത്ഥി കേട്ടാ. അപ്പൊ മറക്കണ്ട മധുട്ടാ. ചേച്ചി അവ പറഞ്ഞവര് ആയിക്കോട്ടെ. എന്നാ ഓക്കെ കേട്ടോ. ശരി. അതെ, ലാസ്റ്റ് ബസ് കേട്ടോ, മറക്കരുത്. എണ്ണ തീർന്നു കാണേടി. ഇന്നലെ അല്ലേ 200 റുപ്യക്ക് എണ്ണ അടിച്ചത്? അത് അപ്പോഴേക്ക് തീർന്നോ? ഇന്നലെ അടിച്ചതാണെങ്കിലേ തീരാൻ ചാൻസ് ഇല്ല, എഞ്ചിൻ പ്രോബ്ലം ആവും. അതെ, അതാവും. അന്താരാഷ്ട്ര വിലക്കനുസരിച്ച് ഇവിടെ കൂടിയിട്ടില്ല. പണ്ടത്തെ പോലെയല്ല, എണ്ണക്കൊക്കെ ഇപ്പൊ ഭയങ്കര പവറാ. പെട്രോളിന് വില കൂടിയെന്നൊക്കെ ഓരോരുത്തന്മാര് വെറുതെ പറയുന്നതാ. താഴത്തങ്ങാടി പമ്പിൽ നിന്ന് എനിക്ക് 100 റുപ്യക്ക് അന്നും പെട്രോൾ കിട്ടും, ഇപ്പോഴും 100 റുപ്യക്ക് പെട്രോൾ കിട്ടും. രാവിലെ നിങ്ങൾ നോട്ടീസ് തന്നതാണല്ലോ. ഇതാ നോട്ടീസല്ല, ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ നോട്ടീസാ. അപ്പൊ രാവിലെ തന്നതോ? അതെ, രാവിലെ ഞങ്ങൾ ഇവിടെ നോട്ടീസ് തന്നു പോയില്ലേ? അങ്ങാടി കണ്ടെത്തിയപ്പോ ഞങ്ങൾ പാർട്ടി മാറി. ഇപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. വയറ്റിപ്പഴപ്പിന്റെ കാര്യാണേ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ശരി ശരി. എന്താ ഇത് ലാസ്റ്റ് ബസ് അല്ല കേട്ടോ, ഇനിയും കൊറേ ബസ്സുകൾ വരാണ്ട്. നയമില്ല, നിലപാടില്ല, ഇങ്ങനെ കുറേ എണ്ണം.